2023-ലെത്തിയാണോ 22-ലെത്തിയാണോ ആ ചെന്നൈയിലുണ്ടായ ഫ്ലഡിന് ശേഷം എൻ്റെ വണ്ടിക്ക് മഴ കണ്ട പേടിയാണ് കേസ്. മഴ മാത്രമല്ല, വെള്ളം കണ്ടാലേ പേടിയൊന്നുമില്ല തോന്നുന്നു. കാരണം ഒരു വാട്ടർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെറിയ ജലദോഷം പനിയൊക്കെ പിടിക്കും അങ്ങനെ. അപ്പം ഇന്ന് മൊത്തം വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു ഇടിയപ്പവും ബീഫും കഴിക്കാനായിട്ട് ആഗ്രഹം. ഇവിടെ ഒരു കടയുണ്ട്, പുള്ളിക്കാരൻ മിക്ക ദിവസം തുറക്കാറില്ല. നമുക്ക് പോയി നോക്കാം, നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഇന്നും എന്തായാലും തുറക്കുന്നുണ്ട്. പോയി നോക്കാം നമുക്ക് എന്തായാലും ഉണ്ടോ എന്ന്. എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ചെറുതായിട്ട് ഇപ്പോഴും മഴ ചാറുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ചെന്നൈയിൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു, ഇന്നലെ വെയിലില്ലായിരുന്നു, മഴയില്ലായിരുന്നു. ഇന്നും മഴയില്ലായിരുന്നു, മഴ ചാറുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴക്കാറായിരുന്നു രാവിലെ തൊട്ട്, വെയിലേ ഇല്ലായിരുന്നു മൊത്തത്തിൽ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ കടയോടെ. നമുക്ക് ഇതൊരു ശരിക്കും തട്ടുകടയാണ്. നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ ഇച്ചിരി പാടായിരിക്കും, കൊതുക് ശല്യം ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരാം. நான் பீஃப் இருக்கா காலியா போட்டி இருக்கா இடியப்பு இருக்கா இடியப்பு கூட வேறு என்ன இருக்குது குழம்பு என்ன இருக்குது கறி சரி அது 2 பார்சல் கொடுத்துருங்க பார்சல் போட்டி 1 பார்சல் ഇടിയപ്പം 4 കറക്റ്റ് സമയം ബീഫ് തീർന്നു ബോട്ടി തരാമെന്ന് പറഞ്ഞു ஆமாம் எவ்வளோக்கா எவ்வளோ 150 போட்டு നമുക്കിപ്പോൾ തേടി വന്ന സാധനം കിട്ടിയില്ലെങ്കിലും വേറൊരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാനത് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പോയി ട്രൈ ചെയ്യാം. ശരിക്കും ചെന്നൈയിൽ ഏറ്റവും നല്ല ബീഫ് കിട്ടണമെങ്കിൽ നമ്മൾ അതായത് കടയിൽ നിന്ന് വാങ്ങിക്കാനല്ല കേട്ടോ, നമ്മളിങ്ങനെ ഉണ്ടാക്കി ബീഫ് കഴിക്കണമെങ്കിൽ ഒന്നെനിക്കറിയുന്ന മലയാള റെസ്റ്റോറൻറ്റ് കുട്ടനാടാണ്. പിന്നെ നമ്മൾ റോയപ്പെട്ട ഏരിയ പോവുകയാണെങ്കിൽ അവിടെ നിറയെ ഇങ്ങനത്തെ ബീഫിൻ്റെ ഐറ്റംസ് കിട്ടും. ബീഫ് ചുപ്പ, ചില്ലി ബീഫ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. നാട്ടിലത്തെ ബീഫുകളൊക്കെയാണ് ഏറെക്കുറെ. ഒക്കെ നാട്ടിലത്തെ ബീഫാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നാട്ടിലത്തെ ബീഫിന് പ്രത്യേക ടേസ്റ്റാണ്, കാരണം നമ്മൾ ബീഫിൽ സ്പെഷ്യലിസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ സാധനം വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ വേറെ ഇതിനകത്തിട്ട് നമുക്ക് വേറെ പാത്രത്തിനകത്ത് വന്നിട്ടുള്ളത് റോട്ടിയാണ് ശരിക്കും സാധനം. നാട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, നാട്ടിൽ നമ്മളങ്ങനെ വീട്ടിലുണ്ടാക്കിയ സാധാരണ. പക്ഷെ ചില ഹോട്ടലിലൊക്കെ ഭയങ്കര കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഇനി അത്ര വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എന്നാലും ഇടിയപ്പത്തിനൂടെ നൈസ് ആയിരിക്കും. അവിടെ നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ക്യാമറ മാറ്റിയിട്ട് തരാവേ. നിങ്ങൾക്ക് കാണാൻ പോകത്തിരി ക്യാമറ സെറ്റ് അതുകൊണ്ട് ഇവർ ഈ ഇലയ്ക്കകത്ത് പൊതിയിട്ട് വരും. ഇത് ഇതിൻ്റെ ഇലയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഒട്ടേലയാണ് ഇത് വലിയ മരത്തിൻ്റെ ഈ ഇലയ്ക്കകത്ത് പൊതിയിട്ടാണ് സാധനം വരിക. ഈ ഇലയ്ക്കകത്ത് പൊതിയിട്ട് ഈ ഇലയും അടി വെച്ചിട്ട് അതിന് വേണ്ടി ഇടിയപ്പം വയ്ക്കും. എന്നിട്ട് ഫസ്റ്റ് പേപ്പർ വെച്ചിട്ട് അതിന് വേണ്ടി ഇല വയ്ക്കും, അതിന് വേണ്ടി ഇടിയപ്പം വയ്ക്കും. കഴിച്ചോണ്ട് കുറച്ച് അധികം
അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. 150 റുപ്പീസിൻ്റെ ഇടിയപ്പം പ്ലസ് പോയി എത്ര രൂപയായിരിക്കും? ഇടിയപ്പത്തിന് എത്രയുണ്ട്? വേറെ വേറെയായിട്ട് വില കഴിക്കുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിലേക്ക് നമ്മളിപ്പോൾ ഒരു വട്ടി മൗസിനകത്ത് എണ്ണയായിട്ട് ഒരു വിഷയമില്ല. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ സാനിറ്റൈസർ ഇട്ട് മൗസിന് വേണ്ടിയുണ്ട്. കുഴപ്പമില്ലെന്നുണ്ട്, പക്ഷെ കുറച്ച് അധികം എണ്ണയാണ് നോക്കുക. അതിലേക്ക് നിരീക്ഷിച്ചെടുക്കുന്ന കഴിയുന്നുണ്ട്. കാണാണ്ട് കഴിക്കുന്നത് അതിലേക്ക് ഇങ്ങനെ നോക്കാണ്ട് കഴിക്കും. കാണാൻ ഞാൻ യൂട്യൂബിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ സാധനം പ്രവർത്തില്ല. ബാക്ക് ക്യാമറ ചെയ്ത് കാണിച്ചത് ഞാൻ ഫ്രണ്ട് ക്യാമറയില്ല. സീഡ ഞാൻ തെറ്റിദ്ധരിച്ചു. കൊള്ളാം. ഇതാണ് മഴയുണ്ട്. രണ്ടും കൂടെ നല്ല കോമ്പോ ആയതുകൊണ്ട് ആ കൂടുതൽ നിരീക്ഷിക്കാൻ പാടില്ല. എല്ലാം കഴിക്കണം. ബാക്കി ഭക്ഷണങ്ങൾ വേസ്റ്റാക്കാൻ പാടില്ല. പക്ഷെ ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന് എത്രയിൽ ഒരു 10 റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനൊരു 6.5 റേറ്റ് ചെയ്യും. അല്ല 6.5 റേറ്റ് ചെയ്യും.